ഇവിടെ എനിക്ക് പറയാനുള്ളത്, അന്നത്തെ ഒരു സംഭവം ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഒരു പ്രമുഖ ചിത്രത്തിലെ നായികയാകാൻ വന്ന പെൺകുട്ടിയെ സ്വന്തം അമ്മ സംവിധായകൻ്റെ മുറിയിലേക്ക് കൊണ്ടുപോയി കതക് മുട്ടി അകത്തേക്ക് പറഞ്ഞു വിട്ട ഒരു അനുഭവം എനിക്ക് നേരിട്ടുള്ള അനുഭവമാണ്. അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഇന്ന് ആ സഹോദരൻ എവിടെയാണോ എന്തോ കോഴിക്കോട് സ്വദേശിയാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരോട് ഭയങ്കര സുഹൃത്തുക്കളാണ്. അവനും അറിയാം ഈ കാര്യം. ഹായ് പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ഏവർക്കും നിഹാസ് ബെല്ലു എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദവമായ സ്വാഗതം. പ്രിയമുള്ളവരെ, ഇതിനു മുമ്പ് ഞാൻ ട്രോൾ വീഡിയോ ആണ് ചെയ്തിട്ടുള്ളത്. അതിന് ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ ഇതുപോലുള്ള വീഡിയോകളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. ഇന്നത്തെ ഒരു പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് അതുപോലുള്ളൊരു വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ വീഡിയോ ശ്രദ്ധിക്കുന്നവർ ഈ വീഡിയോയുടെ അവസാനം വരെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വളരെ വലിയ ചാനലൊന്നുമല്ല എങ്കിൽ അത്യാവശ്യം ചില ആൾക്കാരൊക്കെ എൻ്റെ വീഡിയോകൾ കാണാറുണ്ട്. അപ്പോൾ നിങ്ങളും കണ്ട് ലൈക്കും ഷെയറും ഒക്കെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് ആദ്യമായി അഭ്യർത്ഥിക്കുക. അപ്പോൾ നമുക്ക് കൂടുതൽ മുഖവരകളൊന്നും ഇല്ലാതെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ചൂടിലാണ് കേരളം സമൂഹം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. വാർത്താ ചാനലുകളെല്ലാം നമ്മൾ ഓപ്പണാക്കി നോക്കിയാൽ അതിനെക്കുറിച്ചാണ് സംസാരം മൊത്തവും. അപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ചൊരു 2 വാക്കുകൾ സംസാരിക്കാനുണ്ട്. എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ അത് സ്വീകരിക്കുന്നവർക്ക് സ്വീകരിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നല്ല അഭിപ്രായമാണെങ്കിലും അതുപോലെ തന്നെ നിങ്ങളുടെ വിമർശനങ്ങളാണെങ്കിലും കമൻറ്റുകളായി രേഖപ്പെടുത്തണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഞാനൊരു പ്രവാസിയാണ്. ഇപ്പോൾ ലീവിൻ്റെ നാട്ടിലാണ്. അപ്പോൾ ഇതിന് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കൊച്ചിയിൽ ചില ജോലികളിലൊക്കെ ഏർപ്പെട്ടിരുന്നു, എൻ്റെ വളരെ ചെറിയ പ്രായത്തിൽ. അപ്പോൾ ഞാൻ നോർത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് ഓപ്പോസിറ്റുള്ള ഒരു മുഹമ്മദ് ബാബു എന്ന് പറയുന്ന നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ഒരു ഹോട്ടൽ, അതിലൊക്കെ കുറച്ച് നാൾ ജോലി എടുത്തിരുന്നു. അതിന് കഴിഞ്ഞതിന് ശേഷം ചില പ്രശ്നങ്ങൾ കാരണമായിട്ട്, നമ്മൾ തമ്മിലുള്ള പ്രശ്നമല്ല, അവരുടെ ചില ഫാമിലി പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ അഡ്വക്കേറ്റ് ഇബ്രാഹിം കുട്ടി സാർ അഥവാ നമ്മുടെ MA ഷാനവാസിൻ്റെ വാപ്പ, ഞങ്ങളൊരു 3 പേരുണ്ടായിരുന്നു. ഞാൻ കൊല്ലം ജില്ലയാണ്, ചടയമംഗലമാണ്. അപ്പോൾ ഞങ്ങളെ മറ്റൊരു സ്ഥാപനത്തിലേക്ക് ജോലിക്കായി മാറ്റുകയുണ്ടായി. അപ്പോൾ ഒരു സിനിമാ സംവിധായകരും അതുപോലെ തന്നെ നടന്മാരും നടിമാരും ഒക്കെ വന്ന് തങ്ങുന്ന ഒരു സ്ഥലത്താണ് എനിക്കന്ന് ജോലി. അപ്പോൾ സിനിമാ മേഖല എന്താണെന്നും സിനിമാക്കാരുടെ അവസ്ഥകൾ എന്താണ് എന്നും വളരെ വർഷങ്ങൾക്ക് മുമ്പേ മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഈ ഒരു സംഭവം, ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റിയുടെ ഈ ഒരു വിഷയം നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ ഞാൻ പഴയ കാലത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായ ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് സംവദിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ സിനിമാ മേഖല എന്ന് പറയുന്ന ഈ ഒരു സമ്പ്രദായം ഇന്നെന്ന് മാത്രമല്ല വർഷങ്ങൾക്ക് മുമ്പ് വരെ നമ്മൾ കാണുന്ന ഈ മോടി മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. പല അനുഭവങ്ങളും നമുക്ക് അവിടെ നിന്നും കാണാൻ പറ്റിയിട്ടുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, കോഴിക്കോടുള്ള ഒരു രാധാകൃഷ്ണൻ. പുള്ളി ഇപ്പോൾ എവിടെയാണ് എന്നൊന്നും ഒരു കോണ്ടാക്റ്റും ഇല്ല. അപ്പോൾ അന്ന് തന്നെ പല കാര്യങ്ങളും നമ്മൾ അവിടെ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഈ സിനിമാ മേഖലയുടെ ഉള്ളിലുള്ള പല കാര്യങ്ങളും. പ്രിയമുള്ള മാധ്യമപ്രവർത്തകരെ, ഇന്ന് നിങ്ങൾ ഈ ചർച്ചകളൊന്നും നിങ്ങൾ നടത്തണ്ട. നിങ്ങൾ എറണാകുളത്ത്, കൊച്ചിയിൽ പോയിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ഹോട്ടലിലെ ഒരു റൂം ബോയിയെ സമീപിച്ചാൽ, സിനിമാ മേഖലകളിൽ സിനിമാക്കാരുമായി ബന്ധപ്പെടുന്ന സിനിമാക്കാർ തങ്ങുന്ന ഏതെങ്കിലും ഒരു ഹോട്ടലിലെ ഒരു റൂം ബോയിയെ നിങ്ങൾക്ക് സമീപിച്ചാൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കുമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. കാരണം എൻ്റെ സ്വന്തം അനുഭവത്തിൻ്റെ പുറത്താണ് ഞാനീ പറയുന്നത്. ഒരു പ്രമുഖമായ ഒരു സംവിധായകൻ അദ്ദേഹത്തിൻ്റെ ചിത്രത്തിലെ ഒരു നായികയാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ, ആ നായികയാകുന്ന ഞാൻ ആ പേര് വെളിപ്പെടുത്തുന്നില്ല. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലുമൊക്കെ പേര് വെളിപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വലിയ കോലാഹലമാണ്. ആരുടെയെങ്കിലും പേര് വെളിപ്പെടുത്തിയാൽ സ്വാഭാവികമായിട്ടും
സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ പേര് വെളിപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളെന്നുള്ളൊരു പരിഗണന നമ്മൾ കൊടുക്കണം. അവരുടെ പേര് നമ്മൾ വെളിപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് പ്രശ്നം തന്നെയാണ്. പക്ഷേ ഈ നീചമായ നികൃഷ്ടമായ കാര്യങ്ങൾ നടത്തുന്ന ആണുങ്ങളെ എന്തുകൊണ്ട് ഇവിടുത്തെ സർക്കാർ കയ്യാമം വയ്ക്കുന്നില്ല എന്ന് ഞാൻ ചോദിക്കുകയാണ്. ഒരു കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി, വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. കേരള സർക്കാരിനെ നമ്മൾ അതിനെ അഭിനന്ദിക്കുന്നു. ഒരു സംഭവം നമ്മൾ അന്വേഷിക്കാൻ വേണ്ടി കൊടുത്തു. ഖജനാവിൽ നിന്നും ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന നമ്മുടെ നികുതി പണം കൊണ്ട് എത്രയോ കോടിയാണെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അത്രയും പൈസ മുടക്കി നമ്മളൊരു അന്വേഷണം നടത്തിയിട്ട്, നമ്മളുടെ നികുതി പണം കൊണ്ട് ഒരു അന്വേഷണം നടത്തിയിട്ട് നമ്മുടെ ഈ നാട്ടിലെ നമ്മുടെ സഹോദരിമാർക്ക് അനുഭവപ്പെട്ട തിക്താനുഭവങ്ങളെക്കുറിച്ചൊരു അന്വേഷണം നടത്തുകയും ആ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ആ അന്വേഷണ റിപ്പോർട്ടിലെ വേട്ടക്കാരന്മാരായ ആൾക്കാരെ സംരക്ഷിക്കുന്ന ഒരു നിലപാട്. നിങ്ങൾ അന്വേഷണത്തിന് ഉത്തരവിട്ടത് നിങ്ങൾക്ക് അഭിനന്ദനം തന്നെയാണ്. പക്ഷേ നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുമ്പോൾ ഈ സ്ത്രീകളെ പീഡിപ്പിക്കാൻ ശ്രമിച്ച, ഇവരെ ബുദ്ധിമുട്ടിപ്പിച്ച ഇവർക്കെതിരെ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഒരു നടപടിയെടുക്കാൻ കഴിയുന്നില്ല? അപ്പോൾ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു രാഷ്ട്രീയ പാർട്ടിക്കാരെയും പറയില്ല, ഇത് കോൺഗ്രസ് ചെയ്താലും അതുപോലെ തന്നെയാണ്, കമ്മ്യൂണിസ്റ്റ് ചെയ്താലും BJP ചെയ്താലും തെറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ അതിനെതിരെ നമ്മൾ പ്രതികരിക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് ബോബി ചെമ്മന്നൂർ സാജൻ സക്കറിയായും തമ്മിലുള്ള സംവാദത്തെക്കുറിച്ച് ഒരു വാർത്ത ഇവിടെ ഉണ്ടായി. അന്ന് ബോബി ചെമ്മന്നൂർ പറയുകയുണ്ടായി, സാജൻ സക്കറിയായുടെ ഓഫീസിലേക്ക് പോയി അദ്ദേഹത്തിനെതിരെ ഞാൻ തെളിവുകൾ നിരത്തുമെന്ന്. സ്വാഭാവികമായിട്ടും പ്രേക്ഷകരായ നമ്മൾ വിചാരിച്ചു എന്തൊക്കെയോ ഇവിടെ നടക്കാൻ പോകുന്നു, എന്തൊക്കെയോ പുകിൽ നടക്കാൻ പോകുന്നു. സാജൻ സക്കറിയയെക്കുറിച്ച് പല ചാനലുകളും പല രീതിയിൽ എഴുതുകയുണ്ടായി. അപ്പോൾ നമ്മൾക്ക് അദ്ദേഹത്തിൻ്റെ വ്യാജ വാർത്തയാണോ അദ്ദേഹം പുറത്തേക്ക് വിടുന്നത് എന്ന് നമുക്കൊരു ഡൗട്ടായി. സാജൻ സക്കറിയക്കെതിരെ ഒരു ട്രോൾ വീഡിയോ ഞാൻ ചെയ്തു. പക്ഷേ പറഞ്ഞ സമയത്ത് ബോബി ചെമ്മന്നൂർ അവിടെ എത്തിയില്ല. അപ്പോൾ അടുത്ത എൻ്റെ ട്രോൾ വീഡിയോ ഞാൻ ഇറക്കിയത് ബോബി ചെമ്മന്നൂരിനെതിരെയാണ്. അപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ അല്ലെങ്കിൽ ഒരു മതവിഭാഗത്തിനോ ഒന്നിനും നമ്മൾ അടിമപ്പെട്ടിട്ടില്ല. നമ്മൾക്കുള്ള അനീതി എവിടെ കാണുന്നോ ആ അനീതിക്കെതിരെ പ്രതികരിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനമായ ലക്ഷ്യം. അപ്പോൾ അതുകൊണ്ട് ഇടതുപക്ഷ സർക്കാർ ചെയ്ത ഒരു നന്മയാണ് ഈ ഒരു അന്വേഷണം കൊണ്ടുവരിക. ആ അന്വേഷണം കൊണ്ടുവന്ന ആ റിപ്പോർട്ട് വരുമ്പോൾ അതിനകത്ത് വർഷങ്ങളോളം അടയിരിക്കുക, എന്നിട്ട് ആ റിപ്പോർട്ട് പുറത്തുവിടുക. എന്തെല്ലാം കോലാഹലങ്ങളാണ് നമ്മളിവിടെ കണ്ടത്. എത്രയോ സമയങ്ങൾ അത് മാറ്റിവെച്ചു. അത് അങ്ങനെ ആകട്ടെ, ഇങ്ങനെ ആയിപ്പോയി, അത് കൊടുക്കാൻ പറ്റില്ല, ഇത് കൊടുക്കാൻ പറ്റില്ല. അവസാനം ബഹുമാനപ്പെട്ട കോടതി എല്ലാവരെയും ചവിട്ട് തൂക്കിയെടുത്ത് പുറത്തു കളഞ്ഞു. ആ റിപ്പോർട്ട് പുറത്തു വന്നു. പക്ഷേ ആ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ആ റിപ്പോർട്ടിൽ ഈ വില്ലന്മാരായിട്ടുള്ളത് ആരാണ് എന്ന് പൊതുസമൂഹത്തിന് അറിയാനുള്ളൊരു ബാധ്യതയുണ്ട്. ആ ബാധ്യത ബഹുമാനപ്പെട്ട കോടതിയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സർക്കാർ സംവിധാനങ്ങൾക്കും അത് നിർവഹിക്കേണ്ടതായിരുന്നു. പൊതുജനങ്ങളായ ഞങ്ങൾ വെറും പൊട്ടന്മാരായി ഈ ഒരു റിപ്പോർട്ട് കോടിക്കണക്കിന് രൂപ മുടക്കി ഇങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് എന്ത് പ്രയോജനമാണ് ഉണ്ടായത്? ഇതിനകത്തെ വില്ലന്മാരായിട്ടുള്ളവരെ നിങ്ങൾ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? ഒരു റിപ്പോർട്ട് ഉണ്ടാകുമ്പോൾ ആ റിപ്പോർട്ടിനകത്ത് വരുന്ന കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യുമ്പോഴാണ് ഒരു സർക്കാർ ധീരത കാണിക്കുന്നത്. അപ്പോൾ സർക്കാരിന് എന്തോ മറച്ചു വയ്ക്കാനുണ്ട്. അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഇന്ന് തന്നെ മുഖ്യമന്ത്രിയുടെ വാർത്ത കണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കാൻ ഇവിടെ ഇരിക്കുന്നത്. മുഖ്യമന്ത്രി വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഈ കുറ്റക്കാർക്ക് ഇനി അങ്ങോട്ട് ആരെങ്കിലും പരാതിപ്പെട്ടാൽ ഞാൻ അതിന് നടപടി എടുക്കുമെന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട സ്ത്രീ സമൂഹത്തിൻ്റെ എന്തെങ്കിലും ഒരു പരാതിപ്പെട്ടവരുടെ അവസ്ഥ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇതുവരെ സംഭവിച്ചിട്ടുള്ളത് ഏത് രീതിയിലാണ് നടപടി എടുത്തിട്ടുള്ളത്? അപ്പോൾ ഉറപ്പായും സ്വന്തം പാർട്ടിയിലുള്ളവരായാലും അല്ലെങ്കിൽ സ്വന്തം പാർട്ടിക്ക് അനുകൂലിക്കുന്നവരായാലും അവരെ ഒന്നും തെറ്റ് കണ്ടാൽ അത് തിരുത്താനുള്ള ആർജവമുള്ളവരാകണം ഇടതുപക്ഷ സർക്കാർ എന്നാണ് എനിക്ക് പറയാനുള്ളത്. സർക്കാരിനെ കുറ്റപ്പെടുത്തുകയല്ല, നമ്മുടെ തെറ്റ് കണ്ടത് അത് എൻ്റെ സ്വന്തം ആളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അയാൾ സംരക്ഷിക്കട്ടെ എന്ന് പറയുന്ന ഒരു സംവിധാനം അത് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരായാലും അത് ശരിയായ നടപടിയല്ല. ഇവിടെ എനിക്ക് പറയാനുള്ളത്, അന്നത്തെ ഒരു സംഭവം ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഒരു പ്രമുഖ ചിത്രത്തിലെ നായികയാകാൻ വന്ന പെൺകുട്ടിയെ സ്വന്തം അമ്മ സംവിധായകൻ്റെ മുറിയിലേക്ക് കൊണ്ടുപോയി
കതക് മുട്ടി അകത്തേക്ക് പറഞ്ഞു വിട്ട ഒരു അനുഭവം എനിക്ക് നേരിട്ടുള്ള അനുഭവമാണ്. അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഇന്ന് ആ സഹോദരൻ എവിടെയാണോ എന്തോ കോഴിക്കോട് സ്വദേശിയാണ് അത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അവിടെ ഭയങ്കര സുഹൃത്തുക്കളാണ്. അവനും അറിയാം ഈ കാര്യം. അങ്ങനെയുള്ള പല പല സംഭവങ്ങളും കൊച്ചിയുടെ നഗരത്തിൽ അരങ്ങേറുന്നു എന്നുള്ള ഒരു സത്യം നിങ്ങൾ ഇത് ഇന്നും ഇന്നലത്തെ കാര്യമല്ല. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പ്രവാസ ജീവിതത്തിലേക്ക് പോകുന്നതിന് വളരെ വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച കാര്യമാണ്. പിന്നെ സുഹൃത്തുക്കളെ മറ്റൊരു കാര്യം, ഇതേ ഹോട്ടലിൽ തന്നെ മറ്റൊരു സിനിമാ മേഖലയിൽപ്പെട്ട ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ മകളെ കൂടെ വിദ്യാഭ്യാസം നടത്തിയിരുന്ന ഒരു പെൺകുട്ടിയെ ഹോട്ടലിൽ കൊണ്ടുവന്ന് അദ്ദേഹം ഭാര്യയാക്കി ഹോട്ടലിൽ കൊണ്ടുവന്ന് ആ ഹോട്ടലിൽ താമസിപ്പിച്ച് പലർക്കും കാഴ്ചവെക്കുന്ന ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ആ പെൺകുട്ടിയുടെ കരച്ചിൽ നേരിട്ട് കണ്ടൊരു വ്യക്തിയാണ് അന്നത്തെ കാലത്ത് ഞാൻ. അങ്ങനെ ഈ സിനിമാ മേഖലയിൽ ചീഞ്ഞളിയുന്ന അതുപോലെ തന്നെ നാറ്റം വമിക്കുന്ന ഒരുപാട് സംഗതികൾ ഇതിൻ്റെ പിന്നാമ്പുറങ്ങളിൽ നടക്കുന്നുണ്ട്. എൻ്റെ പ്രമുഖരായ പത്രപ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എങ്ങും പോകണ്ട. ഒരു കമ്മിറ്റിയുടെയും ഒരു ഇതിനും നിങ്ങൾ പോകാൻ നിൽക്കേണ്ട. നിങ്ങൾ കൊച്ചിയുടെ നഗരത്തിൽ ചെന്ന് സിനിമാക്കാർ താമസിക്കുന്ന ഏതെങ്കിലും ഒരു ഹോട്ടലിൽ ചെന്നിട്ട് നിങ്ങൾ അവിടുത്തെ റൂം ബോയിയോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും ഒരുപാട് ഈ സിനിമാ മേഖലയുടെ നികൃഷ്ടമായ ചീഞ്ഞളിയുന്ന ഒരുപാട് കഥകൾ. അന്നത്തെ കാലത്ത് ഇതുപോലുള്ള കാര്യങ്ങൾ കണ്ടിട്ടുള്ള എനിക്ക് ഇന്നത്തെ കാലത്ത് നടക്കുന്ന എന്തെല്ലാം വൃത്തികേടുകൾ ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ആ മേഖലയിലേക്കാണ് നിങ്ങൾ പോകേണ്ടത്. ഒരിക്കലും ഇതൊരു ശരിയായ നടപടിയല്ല. കുറ്റക്കാരെ കയ്യാമം വയ്ക്കണം. അത് എത്ര വലിയ കാശുകാരനായാലും ശരി തന്നെ, സമൂഹത്തിലെ ഏറ്റവും വലിയ ഉന്നതനായാലും ശരി തന്നെ, സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന ഈ തെമ്മാടിത്തരത്തിന് ഒരറുതി ഈ കേരള സമൂഹത്തിൽ ഉണ്ടാകണം. അതിനുവേണ്ടി ഒറ്റക്കെട്ടായി രാഷ്ട്രീയവും അതുപോലെ തന്നെ എല്ലാം മറന്നുകൊണ്ട് നിങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണം എന്നാണ് എനിക്ക് ഇത്തരത്തിൽ പറയാനുള്ളത്. സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ നടക്കുന്ന അതിക്രമങ്ങൾ ഈ ഒരൊറ്റ മേഖലയിൽ മാത്രമല്ല സുഹൃത്തുക്കളെ. അതേ ഹോട്ടലിൽ തന്നെ ഒരിക്കൽ ഒരു വലിയൊരു ഗ്രൂപ്പ് വരികയുണ്ടായി. അപ്പോൾ അവരോട് നമ്മൾ ചോദിച്ചു, ഒരു സ്ത്രീ ഉൾപ്പെടുന്ന അവരുടെ കൂടെ ഒരു ചെറിയ പെൺകുട്ടി ഉൾപ്പെടെ, പ്രായപൂർത്തി പോലും ആകാത്ത ഒരു പെൺകുട്ടി ഉൾപ്പെടെ ഒരിക്കൽ അവിടേക്ക് വരികയുണ്ടായി. ഇവരെ നമ്മൾ ശ്രദ്ധിക്കാൻ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ ഈ പെൺകുട്ടികൾ ഉൾപ്പെടാതെ തന്നെ ഇതിനു മുമ്പ് അവിടെ വന്ന് റൂം എടുക്കുകയും അവിടെ താമസിക്കുകയും ചെയ്തിട്ട് അവരോട് നമ്മൾ കുശലാന്വേഷണം നടത്തിയപ്പോൾ അവർ ജർമ്മനിയിലേക്കോ എന്തോ പോകാനായിട്ട് വന്നതാണ് എന്നവർ പറയുകയുണ്ടായി. അപ്പോൾ അവർ യാത്ര പോകാൻ വന്നതാണ്, അപ്പോൾ ഇവിടെ റൂം എടുത്ത് തങ്ങിയതാണ് എന്ന് അവർ നമ്മളോട് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അവർ പോയി കഴിഞ്ഞതിന് ശേഷം ഏകദേശം ഒരു 1.5 ആഴ്ചക്കകം കുറച്ച് ചെറിയ പെൺകുട്ടികൾ, 1-2 ചെറിയ പെൺകുട്ടികളെന്ന് പറഞ്ഞാൽ വളരെ പ്രായം കുറഞ്ഞ പെൺകുട്ടികളുമായി അവിടെ അവർ വരികയുണ്ടായി. അവിടെ വന്ന് അവർ റൂം എടുക്കുകയുണ്ടായി. അപ്പോൾ എനിക്കൊരു ഡൗട്ട് തോന്നി. അപ്പോൾ ഞാൻ ഈ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്തിനോട് ഈ കാര്യം ഞാൻ പറയുകയുണ്ടായി. പുള്ളിക്കാരൻ ഇപ്പോൾ എവിടെയാണെന്ന് എനിക്ക് അറിയില്ല. എൻ്റെ ഈ വീഡിയോ രാധാകൃഷ്ണൻ കാണുകയാണെങ്കിൽ തീർച്ചയായും എൻ്റെ ഈ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻ്റ് ഇടണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ആ സുഹൃത്തിനെ എനിക്ക് നഷ്ടപ്പെട്ടിട്ട് ഒരുപാട് കാലമായി. അപ്പോൾ ആ സുഹൃത്തിനും അറിയാം. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ആലോചിച്ച് എന്താണ് ഇവരുടെ ഉദ്ദേശം. ഈ പെൺകുട്ടിയുടെ തീരെ ചെറിയ പെൺകുട്ടികൾ, അപ്പോൾ അവരെയും കൊണ്ടുവന്നിട്ട് അവിടെ റൂം എടുക്കുമ്പോൾ ഞങ്ങൾക്ക് എന്തോ ഒരു ഡൗട്ട് തോന്നി. അങ്ങനെ ഞാനും രാധാകൃഷ്ണനും കൂടി ഒരു ടെലിഫോൺ ബൂത്തിൽ പോയി കൊച്ചിയിലെ പോലീസിലെ അറിയിക്കുകയും അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, അവർ ഏത് ഹോട്ടലിലാണുള്ളത്, ഇന്ന ഹോട്ടലിലാണ് എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവിടെ അന്വേഷണ സംഘം വന്നു. പക്ഷേ ഇവർ അതിനു മുമ്പ് തന്നെ ഇവിടെ നിന്ന് റൂം വെക്കേറ്റ് ചെയ്ത് പോവുകയുണ്ടായി. പിന്നെ ആ കാര്യം എന്തായി എന്ന് നമുക്കറിയില്ല. അപ്പോൾ എന്തൊക്കെയോ അസ്വാഭാവികമായ കാര്യങ്ങൾ ഒരുപാട് ഈ കൊച്ചി നഗരത്തിൽ സംഭവിക്കുന്നുണ്ട്. സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ, അത് കുട്ടികളെന്നല്ല, സിനിമാക്കാരെന്നല്ല, എല്ലാ മേഖലകളിലും ഇതുപോലുള്ള സമ്പ്രദായങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് നടക്കുന്നുണ്ട് എങ്കിൽ ഈ കാലഘട്ടത്തിൽ എന്തായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഇനിയും നമ്മൾ തളർന്നിരുന്നാൽ, ഇനിയും നമ്മൾ ഇതിനെതിരെ പ്രതികരിക്കാതിരുന്നാൽ രാഷ്ട്രീയവും മതവും വർഗവും വർണ്ണവും എല്ലാം
ഉപേക്ഷിച്ച് നമ്മൾ ഇതിനെതിരെ ശബ്ദിക്കേണ്ട സമയം അതിക്രമിച്ചു പോയി എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും ആ രാഷ്ട്രീയ പാർട്ടിക്കാരിൽ നന്മ ചെയ്യുന്നവരുണ്ടാകാം, അതുപോലെ തന്നെ ഇതുപോലുള്ളവർക്ക് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാകാം. ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരെയും ഇതിനകത്തുനിന്ന് ഒഴിവല്ല. പല രാഷ്ട്രീയക്കാരുടെയും മുഖങ്ങൾ ഇതേ ഹോട്ടലിൽ വെച്ച് തന്നെ കീറി മുറിയുന്ന, അവരുടെ മുഖങ്ങൾ കീറി മുറിയുന്ന പല രംഗങ്ങളും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. രാധാകൃഷ്ണൻ, പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്ത് രാധാകൃഷ്ണനും കൂടി എനിക്ക് എനിക്ക് പരിചയപ്പെടാൻ ഈ ഒരു വീഡിയോയോടുകൂടി കഴിയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയുവാനുണ്ട്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകരെ, നിങ്ങൾ നിങ്ങളുടെ ക്യാമറകൾ ഏതെങ്കിലും ഇതുപോലുള്ള സിനിമാക്കാർ താമസിക്കുന്ന ഹോട്ടൽ മുറിയിലേക്ക് തിരിക്കൂ. അവിടുത്തെ റൂം ബോയ്കളുമായി മാത്രം ഒന്ന് സംസാരിച്ചാൽ നിങ്ങൾക്ക് ഞെട്ടിപ്പിക്കുന്ന പല വിവരങ്ങളും ലഭിക്കും എന്ന് ഞാൻ പറയുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട കേരള സമൂഹമേ, ഒരു രാഷ്ട്രീയ പാർട്ടിക്കും മതത്തിനും വർണ്ണത്തിനും ഒക്കെ അതീതമായി ഇതുപോലുള്ള അതിക്രമങ്ങൾക്കെതിരെ നമുക്ക് പോരാടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്.